പഴയ കൊച്ചിക്കും പുതിയ കൊച്ചിക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? സ്ക്രാച്ചിൽ നിന്നൊരു കാര്യം പഠിക്കുമ്പം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് വളരെ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കാൻ പറ്റും. 2 ദശവർഷക്കാലം സർവീസിലായിരുന്നു, മീൻസ് എംപ്ലോയ്മെൻറ്റ്. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രാക്ടീസിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തത്. അതെ. പക്ഷേ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാൻ പേടിയുള്ള ക്ലയൻറ്റുകളുണ്ട്. റിപ്പോർട്ട്സ് ഒരു 75ഓളം റിപ്പോർട്ട്സ് അതിലുണ്ട്. പക്ഷേ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് ഓഡിറ്ററെ കാണാനായിട്ട് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും. പക്ഷേ ഇതിൽ ഈ ഓഡിറ്റേഴ്സിന് ഇത് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ക്ലയൻറ്റിന് മുകളിലുള്ള കൺട്രോൾ പോകും. ഈ പല സ്ഥലത്തും പറയുന്ന ക്ലയൻറ്റ് എനിക്ക് പേ ചെയ്യില്ല, ഡാറ്റ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർ പേ ചെയ്യുള്ളൂ. അങ്ങനത്തെ അതൊരു റിയാലിറ്റിയാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അത് നമ്മൾക്ക് നോ എന്ന് പറയാൻ പറ്റും. അതിന് നിയമവശമായ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ റെഗുലേഷനിൽ നമ്മൾ ട്രൂ ആൻഡ് ഫെയർ ഒപ്പീനിയൻ കൊടുക്കണം എന്നാണ്. അത് റെപ്യൂട്ടേഷണൽ ഡാമേജും ഫിനാൻഷ്യൽ ഡാമേജും രണ്ടും ഉണ്ടാക്കുന്ന സമയം. ഐ തിങ്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഈ മെസ്സേജ് സ്വീകാര്യമായിരിക്കും എല്ലാവർക്കും എന്നാണ് തോന്നുന്നത്. അതിന് നമുക്ക് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സ്ട്രക്ചേർഡാണ്. എല്ലാത്തിനും ഒരു രീതിയുണ്ട്, എല്ലാത്തിനും പ്രൊസീജിയറും പോളിസിയും എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് കൊച്ചി? നമസ്കാരം, CA രൂപേഷ് രാജഗോപാൽ. നമസ്കാരം. കോഫി വിത്ത് CAയിലേക്ക് ഞാൻ ആദ്യമായിട്ട് താങ്കളെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഈ രൂപേഷ് രാജഗോപാൽ എറണാകുളത്തിൽ നിന്നാണ് വരവ് അല്ലേ? പണ്ട് എറണാകുളം എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഈ ബോൾഗാട്ടി പാലസ്, ബോട്ടിംഗ്, ജൂയിഷ് സിനഗോഗ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇന്നിപ്പോൾ എറണാകുളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലുലു മാൾ ആയി, മറൈൻ ഡ്രൈവായി, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലായി. സോ ഒത്തിരി മാറ്റങ്ങൾ. സോ രാജഗോപാൽ പഴയ കൊച്ചി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പഴയ കൊച്ചിക്കും പുതിയ കൊച്ചിക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? മാസീവായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് പഴയ കൊച്ചി എന്ന് പറയുമ്പം ഒരു കാലത്ത് നമ്മുടെ സീലോഡിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ വാട്ടർ ഫ്രണ്ട് അവിടുന്ന് തുടങ്ങുമായിരുന്നു, സീലോഡിൻ്റെ മുമ്പിൽ. അപ്പോൾ സീലോഡിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു പാത്ത് വേ ആയിരുന്നു, അവിടുന്ന് നടന്ന് വാട്ടർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൊച്ചി നോക്കുവാണെങ്കിൽ കൊച്ചി ഈസ് മോർ ലൈക്ക് എ ഹോങ്കോങ്. യുനോ, സ്കൈ സ്ക്രേപ്പേഴ്സ് തന്നെ കൊച്ചിയിൽ ഇപ്പോൾ കാക്കനാടോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഇൻഫോ പാർക്ക് പ്രൊമൈസസ് 4 ഫേസ് വന്നു. അപ്പോൾ ഈ 4 ഫേസൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്കൈ സ്ക്രേപ്പേഴ്സും ഹ്യൂജ് ബിൽഡിങ്സും ഒക്കെ ആയി കംപ്ലീറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ രണ്ടും കൊച്ചിയുടെ ഭാഗമായി. ഇപ്പം യു ഹാവ് എ ട്രഡീഷണൽ കൊച്ചി, ആസ് യു സെഡ്, ജൂയിഷ് സിനഗോഗും ബോൾഗാട്ടി പാലസും ഒക്കെ നിൽക്കുന്ന കൊച്ചിയും ബാക്കിയുണ്ട്. പുതിയൊരു കൊച്ചി എമർജിങ്ങുമാണ്. അപ്പോൾ രണ്ടും ഈ രൂപേഷ് ജനിച്ച് വളർന്നതൊക്കെ തലശ്ശേരിയിലാണല്ലോ. ഞാൻ ജനിച്ചത് തലശ്ശേരിയിലാണ്, വളർന്നത് പാർട്ട്ലി ചെന്നൈ, പാർട്ട്ലി കോയമ്പത്തൂർ, അങ്ങനെയാണ്. ഈ CAയിലേക്ക് വരാനുണ്ടായ പ്രചോദനം എന്താണ്? CAയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫിനോമിനനാണ്. കാരണം മൈ പാരൻസ് wanted me to go for MBBS. So I did my +2 with pure science, physics, maths, chemistry, biology. I wrote medical entrance. ഞാനൊക്കെ പാസ്സാവുന്ന സമയത്ത് അവിടെ എൻട്രൻസിന് നമുക്ക് മെറിറ്റ് സീറ്റ്സ് ഭയങ്കര കുറവാണ്. അൺലെസ് യു ഹാവ് വെരി ഹൈ റാങ്ക് യു വോണ്ട് ഗെറ്റ് എ മെറിറ്റ് സീറ്റ്. അപ്പോൾ മെഡിസിന് സീറ്റ് കിട്ടിയില്ല. ഓബ്വിയസ്ലി മൈ നെക്സ്റ്റ് ചോയ്സ് വാസ് ഗ്രാജുവേഷൻ. സോ ഐ എം എ BSc ഫിസിക്സ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇൻഹെറൻ്റായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൻസാണ്. ബിക്കോസ് യു നോ മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ ബിസിനസ് മാൻ. ബട്ട് നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോൾ എൻ്റെ ഫാദറൊക്കെ എല്ലാവരും കോർപ്പറേറ്റിലാണ്. എവിടെയോ സംവെയർ ഇൻ ദ ബ്ലഡ് ദറ്റ് ബിസിനസ്, that sense of entrepreneur is always lying. So I wanted to do. So I started with CMA. Then I came for CA. I became a chartered accountant that way. BSc ഫിസിക്സ് അല്ലേ? അത് കഴിഞ്ഞിട്ട് CA പഠിച്ചെടുത്തു. ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണത്. ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് CA പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന്. രണ്ടാമത് ഈ CA പഠിച്ച് കഴിഞ്ഞ് നമ്മൾ പാസ്സായി ക്ലിയർ ചെയ്ത് പുറത്ത് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എംപ്ലോയ്മെൻറ്റിലേക്ക് പോകണോ അല്ല ഞാൻ പ്രാക്ടീസിലേക്ക് പോകണോ എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടീസ്, എനിക്ക് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് എന്ന് പറയും. ഈ എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു രൂപേഷിന്? BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് CAക്ക് വരുമ്പം ഏറ്റവും വലിയ ടഫ് കാര്യം എന്ന് വെച്ചാൽ അക്കൗണ്ടൻസിയൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ബേസിക് തൊട്ട് പഠിക്കണം. നമ്മളിത് പഠിച്ചിട്ടേ ഇല്ല. സ്കൂളിങ്ങിലൊന്നും കവർ ചെയ്യാതെ, ഡിഗ്രിക്ക് പോലും കവർ ചെയ്യാത്തൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നു. സ്ക്രാച്ചിൽ നിന്നൊരു കാര്യം പഠിക്കുമ്പം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് വളരെ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കാൻ പറ്റും. ഫിസിക്സ്
അല്ലെങ്കിൽ ഒരു BSc-കാർക്കുള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്, എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി. എനിക്ക് തോന്നുന്നു അതാണ് എന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്തത്. ഓഫ് കോഴ്സ് ഗോഡ്സ് ഗ്രേസ് ഇസ് ഓൾവേസ് ദെയർ. എനിക്ക് ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എൻ്റെ ഫാദറൊക്കെ എംപ്ലോയ്മെൻറ്റിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പം കോർപ്പറേറ്റിനോടൊരു അടുപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഓബ്വിയസ്ലി അങ്ങനെ ചൂസ് ചെയ്ത് അങ്ങോട്ട് പോയി. ഒരു ആക്സിഡൻ്റൽ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ആക്സിഡൻ്റൽ എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ICICI ബാങ്കിലും DBSലൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. DCB. ഓക്കെ, സോറി. ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൻ്റെ അങ്ങോട്ട് പോകാനുണ്ടായ ഒരു കാരണവും അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ഗ്രാജുവേഷൻ CA പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ 2 വർഷം ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഞാൻ സപ്ലൈകോൻ്റെ ഫിനാൻസ് മാനേജറായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്തു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും നമ്മുടെ ഒരു എംബിഷനും ഇത് വന്നപ്പോഴാണ് ICICI ബാങ്ക് ബ്രാഞ്ച് മാനേജേഴ്സിനെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു 2000-ലൊക്കെ. ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ടായിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്നത് റീറ്റെയിൽ ബിസിനസ്സിലാണ്. അപ്പോൾ റീറ്റെയിൽ ബിസിനസ്സിൽ തുടങ്ങി പിന്നീട് നമ്മൾ എല്ലാ മേഖലകളും ലാസ്റ്റിൽ ഓഡിറ്റിലായിരുന്നു. ഞാൻ DCB ബാങ്കിൻ്റെ കൺട്രി ഹെഡായിരുന്നു, ബ്രാഞ്ച് ബാങ്കിങ് ഓഡിറ്റിൻ്റെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതിനോട്ടുള്ളൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പോഷറായിരുന്നു. എൻ്റെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എനിക്ക് മിസ് ചെയ്തൊരു പോർഷനുണ്ട്. അതായത് എക്സിം ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ ഒരാളാണ് 376 കാൻഡിഡേറ്റിൽ ഞാൻ ഒരാളാണ് ക്ലിയർ ചെയ്തത് ചെന്നൈയിൽ. പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അവിടെ. അപ്പോൾ അത് ഉള്ളിലൊരു ഫീലിംഗ് ഇങ്ങനെ നിൽക്കെ ആണ് 2 വർഷം കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ ICICI ബാങ്ക് വിളിക്കണം. അപ്പോൾ അതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് ബാങ്കിങ്ങിലോട്ട് പെട്ടെന്ന് കയറാനുണ്ടായിരുന്ന ഒരു കാരണം. 2 ദശവർഷക്കാലം സർവീസിലായിരുന്നു, മീൻസ് എംപ്ലോയ്മെൻറ്റ്. അതെ. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രാക്ടീസിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തത്. അതെ. അപ്പോൾ ഈ പ്രാക്ടീസിലേക്ക് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പ്രാക്ടീസിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷനാണ്. സോ നമ്മളതൊരു ഒത്തിരി ചാലഞ്ചസ് നമ്മളതിൽ ഫേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചാലഞ്ചസ് അവിടെ വന്നിട്ടുണ്ടോ ആ ട്രാൻസിഷൻ സമയത്ത്? വലിയൊരു ഉത്തരവാണ്. കാരണം 3 സ്റ്റേജിലായിട്ട് നോക്കാൻ പറ്റും. അതായത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സർപ്രൈസാണ് നമുക്ക്. ഒന്ന് സിസ്റ്റംസ്. നമ്മൾ ബാങ്കിങ് അല്ലെ കോർപ്പറേറ്റിൽ ഇരിക്കുമ്പോൾ വളരെ സ്ട്രക്ചേർഡാണ്, ഫ്രെയിം വർക്ക് സ്ട്രക്ചേർഡാണ്. നമുക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള റിവ്യൂ ലെവലുകൾ സ്ട്രക്ചേർഡാണ്. അപ്പോൾ നമുക്ക് അത് വളരെ ക്ലിയറാണ്. കൂടാതെ നമുക്ക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. ഇപ്പോൾ കംപ്ലയൻസ്, റിസ്ക്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, പ്രൂഡൻസ്, ഇതൊക്കെ ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. പ്രാക്ടീസിലോട്ട് വരുമ്പം നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനേക്കാൾ കൂടുതൽ ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ പലപ്പോഴും എന്ത് പറ്റും, പെട്ടെന്ന് നമ്മൾ പ്രാക്ടീസിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിക്ക് ബൈ ബ്രിക്ക് നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യണം, ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ ബിസിനസ്സിൻ്റെ എക്സിക്യൂഷൻ നോക്കണം, സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് നോക്കണം. ഇതെല്ലാം നമ്മുടെ അടുത്താണ്. ഒരു കോർപ്പറേറ്റിലാവുമ്പം നമുക്ക് HR-നോട് പറഞ്ഞു കഴിഞ്ഞാൽ HR റിക്രൂട്ട് ചെയ്യും, ആൾക്കാരുണ്ട്, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ അത് നമുക്കൊരു ഒത്തിരി കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യാനുള്ളൊരു ഇത് തന്നു. പിന്നെ തിങ്ക് ഫ്രം ഫീറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു എജിലിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു പേസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസിൽ വന്നപ്പോൾ വന്നു. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റ് ആയത്? ഡിജിറ്റൈസേഷൻ, അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഡിജിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പേപ്പറിലുള്ളതെല്ലാം സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലാക്കി. അതൊരു വലിയ ഫേസായിരുന്നു തുടക്കത്തിൽ. എനിക്ക് തോന്നുന്നു 90-കൾ എൻഡിൽ മുതൽ ഒരു 2000-ൻ്റെ മിഡ് വരെയൊക്കെ അതായിരുന്നു വലിയൊരു ഫേസ്. അത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ ഈ ഡാറ്റ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് തുടങ്ങി. നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും, ഇപ്പോൾ കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കോർപ്പറേറ്റിൽ നിന്ന് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുക, അത് മാനുവലി ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഫേസ് വന്നു. SQL ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നൊരു ഫേസ്. തേർഡ് ഫേസ്, ഇതൊരു 2013-14 മുതൽ നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം മൈൻഡ് സെറ്റ് ചേഞ്ചാണ് പ്രൈമറി. അതായത് ഡാറ്റ ഫാസ്റ്റായിട്ട് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യും. സിസ്റ്റം നമുക്ക് ഡാറ്റ, റെഡ് ഫ്ലാഗ്, കാര്യങ്ങൾ, ഇൻഡിക്കേറ്ററൊക്കെ തരും. പക്ഷേ ഇത് എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ കഴിവാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേഷൻ, അപ്പോൾ അത് നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും എഡ്യൂക്കേറ്റ് ചെയ്ത് അതെങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ടെക്നോളജി നോളജ് വേണം,
ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള നോളജ് വേണം, ഇത് രണ്ടും വേണം. ഞങ്ങൾ ഒരു 4-5 പ്രോഡക്റ്റ് മാർക്കറ്റിലുള്ളത് നോക്കിയിട്ട് സൂട്ടബിൾ അല്ലാതെ ഞങ്ങളുടേതായ ഇൻറ്റേർണലി ഞങ്ങൾ സാസും API യൂസ് ചെയ്ത് ഫിനക്കിളുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് മോഡൽ ഉണ്ടാക്കി. അതിപ്പോഴും ബാങ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതായിരുന്നു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് നോളേജ് വൈസും നമ്മുടെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് വൈസും വളരെ ഫിനോമിനൽ ഒരു എക്സ്പീരിയൻസ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബാങ്കിങ്ങിന് വേണ്ടി ചെയ്തു ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത്. നമ്മൾ പ്രാക്ടീസിൽ വന്നതിന് ശേഷം നമ്മുടെ ഓൺ ഫേമിന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക, അതൊരു ഭാഗം. രണ്ടാമത് നമ്മുടെ ക്ലയൻസിൽ അവരുടെ ഫേംസിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക. ഇത് രണ്ടും ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. ആദ്യം നമ്മൾ ചെയ്താലേ ഇതിനൊരു POC ആയിട്ട് കണ്ട് മറ്റവരെ കൺവിൻസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചാലഞ്ചസ് എവിടെയാണ് ഏറ്റവും അധികം വരുന്നത്? നമ്മുടെ തന്നെ ഓഫീസിൽ പലപ്പോഴും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഡിസിഷൻ നമ്മുടെ കയ്യിലാണ്. അപ്പം നമുക്കത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പേപ്പർലെസ്സാണ്. ഞങ്ങൾ സ്ക്രാച്ച് മുതൽ എല്ലാം നമുക്ക് സ്കാൻഡ് ഡോക്യുമെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം നമുക്ക് പേപ്പർലെസ്സാണ്. അപ്പോൾ നമ്മൾ റിവ്യൂ മെക്കാനിസം പോലും പലപ്പോഴും ലെഡ്ജർ റിവ്യൂ ഒക്കെ നടക്കുന്ന പേപ്പർലെസ്സായിട്ട്. അതേസമയം ക്ലയൻറ്റിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് 2 വിധം ക്ലയൻ്റ് ഉണ്ട്. ട്രഡീഷണലി എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊല്ലങ്ങളായി ബിസിനസ് ചെയ്യുന്ന ക്ലയൻറ്റും പുതിയതായി വരുന്ന MSMEയോ സ്റ്റാർട്ടപ്പോ ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾ. ഈ പഴയ ട്രഡീഷണൽ സ്ഥാപനങ്ങളിലോട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത് വലിയൊരു ചാലഞ്ചാണ്. കൺവിൻസ് ചെയ്ത് അവരെടുത്ത് ഇതിങ്ങനെ ചെയ്യാം. ഇപ്പോൾ ബാങ്കിൽ ചെക്ക് എഴുതി കൊടുത്തേ ഞാൻ ക്യാഷ് എടുക്കുകയുള്ളൂ എന്ന് പറയുന്ന ക്ലയൻറ്റുകളുണ്ട്. പക്ഷേ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാൻ പേടിയുള്ള ക്ലയൻറ്റുകളുണ്ട്. അപ്പം അവരെ അത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ടാലി ആകട്ടെ, സോഹോ ആകട്ടെ, ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. സ്റ്റാർട്ടപ്സൊക്കെ ആണെങ്കിൽ ടെക്നോളജി ഫസ്റ്റാണ് അവരുടെ തോട്ട് തന്നെ. അപ്പോൾ അവർക്കൊക്കെ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്തു വരണം എന്നുള്ളത് അവർ റെഡിയാണ്. സോ ദേ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ അതിനകത്ത് വലിയൊരു ചാലഞ്ച് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ നമുക്ക് ഫേസ് ചെയ്തേക്കുന്ന ട്രഡീഷണൽ സ്ഥാപനങ്ങളിലാണ് വിച്ച് നമ്മളിങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് വരുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കും. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൻ്റെ ടെസ്റ്റ് റൺ നമ്മൾ ബീറ്റ റൺ നമ്മൾ തന്നെ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യും. ചില സമയം കസ്റ്റമൈസ് ചെയ്യും. അങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഈ MSMEയും സ്റ്റാർട്ടപ്പും രണ്ടിലും ഏകദേശം ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളാണല്ലോ രൂപേഷ്. അത് രണ്ടും 2 തലത്തിലാണ്. അതെ. അപ്പോൾ ഒന്ന് അതിൻ്റെ ഡിഫറൻസ് എന്താണ്? പിന്നെ അത് മാത്രമല്ല, MSMEയിൽ നിന്നും സ്റ്റാർട്ടപ്പിന് എന്ത് പഠിക്കാം, സ്റ്റാർട്ടപ്പിൽ നിന്നും MSMEക്ക് എന്ത് പഠിക്കാം, അതിനെക്കുറിച്ച് കുറച്ച് പറയാൻ പറ്റും. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ജനറലി സ്റ്റാർട്ടപ്പ് നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് സ്റ്റാർട്ടപ്പ് എന്താണ്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ, എന്ത് കാറ്റഗറിയിൽ വന്നാലാണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഗവൺമെൻറ് ഡിഫൈൻഡ് ആണ്. പക്ഷേ പലപ്പോഴും എല്ലാ സ്ഥാപനങ്ങളും പുതുതായി തുടങ്ങുമ്പോൾ അതൊരു സ്റ്റാർട്ടപ്പാണ് എന്ന് പറയുന്ന ഒരു കോമൺ പാർലൻസ് ഉണ്ട് നമുക്ക്. ഈ MSME എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്ന സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ പ്രൂഡൻസ് ആണ്. അവരുടെ ക്യാഷ് ഫ്ലോ അവർ സ്ട്രോങ് ആണ്. അവരുടെ ക്ലയൻറ്റ് റിലേഷൻഷിപ്സ് വളരെ സ്ട്രോങ്. അപ്പോൾ ഇത് രണ്ടും അവർ വളരെ സ്റ്റഡിയായി സ്ട്രെങ്ത്തോടു കൂടെ നോക്കി വരുന്ന ഒരു കാര്യമാണ്. അതേസമയം സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ബോൾഡ്നെസ് എന്ന് പറയുന്ന വളരെ കൂടുതലാണ്. പരസ്പരം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ബാലൻസ് ചെയ്യണം. അതായത് MSME അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്ഥാപനം ഈ പറയുന്ന ബോൾഡ്നെസ്സും ഒരു ധൈര്യവും അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും അത് അവർ കൊണ്ടുവരാനും, ഈ സ്റ്റാർട്ടപ്പുകൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കുറച്ചുകൂടെ കൊണ്ടുവരാനും. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുമ്പോൾ അതൊരു സ്വീറ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബാലൻസ്. പലപ്പോഴും ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ഇത് ബ്രിഡ്ജ് ചെയ്യലാണ്. അപ്പോൾ ഞങ്ങളിത് രണ്ടും കാണുന്നത് കൊണ്ട് രണ്ടിടത്തും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കി ഞങ്ങൾ ബ്രിഡ്ജ് ചെയ്യും. ഓഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നത് മിക്ക CAസും ദേ ആർ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. അവർക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവും ഓഡിറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് വരെ, അതായത് ഈ ഡിജിറ്റൽ അറ്റ്മോസ്ഫിയറൊക്കെ വരുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓൺ നമ്പർ ഗെയിംസ്, നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. ട്രാൻസാക്ഷൻസ് ലെവലിലോ അത് കറക്റ്റാണോ എന്നൊന്നും അതിനെക്കുറിച്ചൊന്നും അത്രയധികം ആർക്കും ബോധമുണ്ടായിരുന്നോ അല്ല എന്നുള്ളതിൽ എനിക്ക് ഒരു വ്യക്തതയില്ല.
പക്ഷേ രൂപേഷ് രാജഗോപാൽ ഇതിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അത് ഇൻസൈറ്റ് ക്രിയേഷൻ, ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസൈറ്റ് ക്രിയേഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ വി ടോക്ക് അബൌട്ട് റിപ്പോർട്ട്സ്, ഒരു 75ഓളം റിപ്പോർട്ട്സ് അതിലുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട്സ് കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല അത് എടുക്കുന്നത്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രൊവാക്റ്റീവായിട്ട് എന്ത് മെഷർ ചെയ്യണം എന്നുള്ളതാണ് അതിൽ നോക്കുന്നത്. ഈ ഇൻസൈറ്റ് ക്രിയേഷനെ കുറിച്ച് കുറച്ച് പറയാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ഒരിക്കലും നമ്പേഴ്സിനെ കുറിച്ചല്ല. കാരണം നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇപ്പോഴത്തെ കറണ്ട് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ഒത്തിരി സോഫ്റ്റ്വെയറുകൾ അവൈലബിളാണ്. നമുക്ക് സ്ക്രാച്ച് എൻട്രി ലെവൽ മുതൽ ബാലൻസ് ഷീറ്റ് വരെ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ആവശ്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റിസ്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതെങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ബിസിനസ്സിന് ഓടുള്ള ഗുണം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു കാര്യം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗുഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ അക്യുറസിയും കൺട്രോൾ ഗ്യാപ്പും ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ ഒരു ഗ്രേറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പറായിട്ട് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ കോസ്റ്റ് എന്തിന് കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോയിൽ എന്തുകൊണ്ടാണ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഐറ്റം മൂവ് ചെയ്യാത്ത, അങ്ങനെയുള്ള ഒരു അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസൈറ്റ് ക്രിയേഷൻ. അപ്പോൾ ബിസിനസ് അതന്നെ. അപ്പോൾ ബിസിനസ്സിന് ബേസിക്കലി ഇപ്പോഴത്തെ ഒരു ബിസിനസ് ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് പാർട്ട്ണറാണ് അവർക്ക്. അവിടെയാണ് നമ്മുടെ ഒരു വാല്യൂ എഡിഷൻ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്, ഇവർക്ക് ബിസിനസ് നടന്നു പോകുന്നുണ്ട് വളരെ കംഫർട്ടബിളായിട്ട്. അപ്പം ഒരു ദിവസം ഞങ്ങളിരുന്ന് ഇതുപോലെ ഒരു കോഫി കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പുള്ളി കുറേ കാര്യങ്ങൾ, പുള്ളിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളത് പോയി വിസിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് റീവാമ്പ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത്, അപ്പോൾ പുള്ളിയുടെ ബിസിനസ് മോഡൽ എന്തായിരിക്കണം, ഏതൊക്കെ ഡിവിഷൻ ഹൈവ് ഓഫ് ചെയ്ത് സെപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റി സെൻറ്റർ ആക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് ഒബ്സലീറ്റാണ്, കഴിഞ്ഞൊരു 3 വർഷമായി മൂവ് ചെയ്യാതെ കിടക്കുന്ന സ്റ്റോക്കുകൾ പുള്ളിക്കുണ്ട്. അപ്പോൾ അത് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനാലിസിസ് ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ മൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു അനാലിസിസ് ചെയ്ത് അവർക്ക് തന്നെ ഒരു വലിയ റിലീഫാണ്, ഒരു ബേർഡൻ അങ്ങോട്ട് മാറി. അവർക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്, എന്താണ് മുമ്പോട്ടുള്ള ജേർണി എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. ഇത് ഈ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ജനറലി ഈ ബിസിനസ് ഓണേഴ്സിന് നമ്മളിത് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ബിസിനസ് ഓണേഴ്സിന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂ എന്താണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കലാണ് ഒരു ഫസ്റ്റ് മേജർ ടാസ്ക് നമുക്ക്. അപ്പോൾ എന്താ വെച്ചാൽ അവർ കണ്ടു വന്നേക്കുന്ന ഒരു ഓഡിറ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസം വിളിച്ചു, ഇത്ര ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു, ടാക്സ് അടച്ചു, ബാലൻസ് ഷീറ്റ് ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് ഓഡിറ്ററെ കാണാനായിട്ട് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വൈഡാണ്. അപ്പോൾ എനിക്ക് ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറർ ആയിരിക്കും, ഒരു ഫിഷിംഗ് മെർച്ചൻ്റ് ആയിരിക്കാം, ഒരു റെഡിമെയ്ഡ് മാനുഫാക്ചറർ ആയിരിക്കാം, വേറൊരെണ്ണം ട്രേഡർ ആയിരിക്കാം. പലരുടെ അടുത്തുനിന്നുമുള്ള എക്സ്പീരിയൻസും അവരുടെ ജോഗ്രഫിക്കൽ മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ടായിരിക്കും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ അതൊരു ക്ലയൻറ്റിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യും. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ എന്നൊക്കെ പറയുന്നത്, അപ്പോൾ രൂപേഷ് 20 കൊല്ലം മുമ്പ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയ ഒരാളാണ്. പക്ഷേ മേ ബി ഇപ്പോൾ അതൊരു ബസ് വേർഡായിട്ടോ അങ്ങനെ വല്ലതും മാറിയിരിക്കും. പക്ഷേ ആ സമയത്ത് ഇതെങ്ങനെയായിരുന്നു, ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അന്ന് എങ്ങനെയായിരുന്നു ഇത് കാണപ്പെട്ടിരുന്നത്? കാരണം അത് നമ്മളിപ്പോൾ ബാങ്കിൽ ചെയ്യുന്ന സമയത്ത് സീനിയർ മാനേജ്മെൻറ്റിനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കാരണം അതായത് വളരെ സ്ലോ ട്രാൻസ്ഫോർമേഷനായിരുന്നു ഇത്. ഡിജിറ്റൈസേഷൻ കഴിഞ്ഞു, ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ ആ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും കംഫർട്ടബിളാണ്, ഇതാണ് അൾട്ടിമേറ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഐ ഓപ്പണിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ഇരിക്കുന്ന സ്ഥലം കംഫർട്ടബിളാണ്, പക്ഷേ എനിക്ക് ഭാവിയിൽ എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങളുടെ ഒരു കോർ ടീമിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഭാഗമായി വന്നൊരു തോട്ട് പ്രോസസ്സാണ്. നമുക്ക് ഇന്ന് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ഡൽഹിയിൽ നടക്കുന്നത് എനിക്ക് ബോംബെയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ചെന്നൈയിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷനെ ഞാൻ
ബോംബെയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ അസസ് ചെയ്യും? അപ്പോൾ ഒരു ഗവൺമെൻറ് റെഗുലേറ്ററി ആസ്പെക്റ്റ് നോക്കുവാണെങ്കിൽ RBIയുടെ ഓഡിറ്റ് അല്ലെങ്കിൽ മറ്റ് ഓഡിറ്റുകൾ വരുന്ന സമയത്ത് എനിക്ക് ചില ക്രിട്ടിക്കലായിട്ടുള്ള റിസ്ക് ഇൻഡിക്കേറ്റേഴ്സൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഉത്ഭവിച്ച് വന്നതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു തോട്ട്. ഓഡിറ്റേഴ്സ് പല സ്ഥലത്തും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവട്ടെ, ഓഡിറ്റേഴ്സ് ആവട്ടെ, ഇന്നും ഇതിനെക്കുറിച്ചൊരു മിഥ്യാധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റുന്നത്? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പലപ്പോഴും ഇവർക്ക് ഈ മിഥ്യാധാരണ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറയുന്നതുകൊണ്ട്. അപ്പം എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം എൻ്റെ ഓഫീസിൽ ഇന്ന് ഫയലുകൾ പേപ്പറോടുകൂടെ ഉണ്ട്, ഇതെല്ലാം ഞാൻ സ്കാൻ ചെയ്തു പേപ്പർ സിസ്റ്റത്തിലാക്കി, അത് ഡിജിറ്റൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കംഫർട്ടബിളാണ്, അത് മതി എന്ന് വിചാരിച്ചു. അതല്ല, എനിക്ക് ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, അവരുടെ ഡാറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ എങ്ങനെ ഭംഗിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു എന്താ പറയുക റൊട്ടീൻ അനാലിസിസ് അല്ലാതെ ഉള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്താ പറയുക അത് എങ്ങനെ അവർക്ക് ബിസിനസ്സിന് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ്. നമ്മളത് ഓപ്പൺ ചെയ്ത് എനിക്ക് എന്താണ് കൂടുതൽ ചെയ്യാൻ പറ്റുകയെന്ന് ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോർമേഷൻ വരിക. അവിടെയാണ് തെറ്റുപറ്റുന്നതെന്നാണ് പറയുന്നത്. അതെ, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നത് റൊട്ടീനാണ്. വാലിഡേഷൻ, റിക്കൺസിലേഷൻ, അതാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്. ജഡ്ജ്മെൻറ്റ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റം അത്രയും കേപ്പബിൾ ആയിട്ടില്ല. അപ്പം ജഡ്ജ്മെൻറ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് വരുന്നതാണ്. അപ്പം അത് നമ്മൾ ഈ പറയുന്ന ഡാറ്റ, ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ആ ഡാറ്റ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, എന്ത് സാധനമാണ്. പലപ്പോഴും നമുക്കൊരു ഇന്നർ വോയിസ് ഉണ്ട്, അത് എക്സ്പീരിയൻസ് നിന്ന് ബിൽഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാം പിക്ചർ പെർഫെക്റ്റ് ആണെങ്കിലും നമുക്ക് തോന്നും എവിടെയോ ഒരു കുഴപ്പമുണ്ട്, ഇതിലെന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ട് എന്നൊരു തോന്നൽ ഉള്ളിൽ വരും, ഒരു ഹഞ്ച്. അത് എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ഓവർ ദ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ. പലപ്പോഴും നമ്മുടെ ഓഫീസ് നമ്മൾ ലീഡ് ബൈ എക്സാമ്പിൾ, നമ്മുടെ ഓഫീസ് അത് ഓട്ടോമേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ടാവുന്നത്. അപ്പോൾ ഒരു ബോർഡ് റൂമിലിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ പറയണം, ഇത്രയും അനാലിസിസ് അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ. അപ്പോൾ ഇതിന് ഒരു പീരിയോഡിസിറ്റി വേണ്ട, ഒരു ക്വാർട്ടർ എൻഡോ അല്ലെങ്കിൽ മന്ത് എൻഡോ ഇയർ എൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഓൺലൈൻ എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. പക്ഷേ ഇതിൽ ഈ ഓഡിറ്റേഴ്സിന് ഇത് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ക്ലയൻറ്റിന് മുകളിലുള്ള കൺട്രോൾ പോകും. ഈ പല സ്ഥലത്തും പറയുന്ന ക്ലയൻറ്റ് എനിക്ക് പേ ചെയ്യില്ല, ഡാറ്റ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർ പേ ചെയ്യുള്ളൂ. അങ്ങനത്തെ അതൊരു റിയാലിറ്റിയാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അത് നമ്മൾക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. അത് ആക്ച്വലി ഒരു മിഥ്യാധാരണയാണ്, പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്. കാരണം നമുക്ക് ക്ലയൻറ്റിനെ നമ്മളെപ്പോഴും ക്ലയൻറ്റിന് ഒരു വാല്യൂ എഡിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. നോർമൽ ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവശ്യം എന്താ? പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താൽ പ്രോഫിറ്റബിലിറ്റി കൂടും, അത് നമ്മൾ നല്ല രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റും പോകില്ല. അത് ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമേഷൻ്റെയോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറുടെയോ അല്ലെങ്കിൽ ടെക്നോളജിയുടെയോ മുകളിലുള്ള അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പല ആൾക്കാരും അത് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പോൾ അവിടെയാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഞാനതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയും ഞാൻ എന്താണ് ഇതിലൂടെ നേടിയെടുത്തത് എന്നുള്ളത്. ആ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടിലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണല്ലോ. അപ്പോൾ എനിക്ക് ആ റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേ ആർ ഹാപ്പി. പല സ്ഥലത്തും ഇങ്ങനെ ഇറ്റ് ഈസ് ഗോയിങ് റോങ്. ഇപ്പം എൻ്റെ കൺട്രോൾ പോകും എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും പറയുന്നത്. യെസ്. വേറൊന്ന് ഈ KYC ആൻഡ് AML ആൻഡ് കംപ്ലയൻസ്, ഇതിൽ കുറേ ട്രെയിനിങ് ഒക്കെ രൂപേഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് എങ്ങനത്തെ ആളുകളെ ട്രെയിൻ ചെയ്യുക? സ്റ്റുഡൻസ് ആണോ, അല്ല കോർപ്പറേറ്റ്സ് ആണോ, അല്ല പ്രൊഫഷണൽസ് ആണോ, സിമിലർ കേഡറിലുള്ള ആൾക്കാർ? എവിടെയാണ് ഈ ട്രെയിനിങ് ഒക്കെ സാധാരണ? KYC എന്ന് പറയുന്ന നോ യുവർ കസ്റ്റമർ, അത് RBIയുടെ ഗൈഡ് ലൈനാണ്. AML എന്ന് പറയുന്ന PMLA ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള ഗൈഡ് ലൈൻസാണ്. ഇത് നമ്മൾ പലപ്പോഴും ട്രെയിനിങ് ചെയ്തേക്കുന്നത് ബാങ്കിൽ എൻട്രി ലെവൽ ഓഫീസേഴ്സ്
മിഡ് ലെവലും സീനിയർ ലെവലിലും ഉള്ള ഓഫീസേഴ്സിന് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു വരുന്നത് ഈ 2 സബ്ജക്റ്റിലും എന്താണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട റെഡ് ഫ്ലാഗ്, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ഈ ഓഡിറ്റിനെ റീഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രൂപേഷ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഓട്ടോമേറ്റ് ചെയ്യും, എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യും? 3 സ്റ്റേജ്. ഒന്ന്, എന്തൊക്കെ പ്രിസർവ് ചെയ്യും, എന്തൊക്കെ ഓട്ടോമേറ്റ് ചെയ്യും, എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യും. പ്രിസർവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. നമുക്കൊരു ജന്മനാൽ ഈ ഓഡിറ്റേഴ്സിനൊരു സംശയമുണ്ട്, ഒരു കാര്യം കാണുമ്പോൾ ഉള്ളൊരു ഇത്. അപ്പോൾ റീറ്റെയിൻ ദാറ്റ് ജഡ്ജ്മെൻറ്റ്, ഇൻറ്റഗ്രിറ്റി, എത്തിക്സ്, ഇതൊക്കെ കോർ വാല്യൂസാണ്. ഇത് റീറ്റെയിൻ ചെയ്ത് പോകണം. എത്തിക്സിൽ ചോദ്യമുണ്ട് കേട്ടോ, പറയാം. യെസ്. അപ്പം ഓട്ടോമേറ്റ് ചെയ്യാവുന്നത്, റൂട്ടീനായി ചെയ്യാവുന്ന എല്ലാ വെരിഫിക്കേഷൻസും ഓട്ടോമേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ അതിനുള്ള സോഫ്റ്റ്വെയർ അവൈലബിളാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഞങ്ങളൊരു 7-8 AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട് കറൻ്റ്ലി. എല്ലാം ഞങ്ങൾ റൂട്ടീനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഇതൊക്കെ എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് പോകും. 3ാമത്തെ, എലിമിനേറ്റ് ചെയ്യാവുന്നത് ട്രഡീഷണൽ ഓഡിറ്റ് ഫോം. ഒരു സാധനം പാസ്റ്റ് വെരിഫൈ ചെയ്ത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ബേസിസിലുള്ളൊരു ഒപ്പീനിയൻ പറയുന്നതിനേക്കാൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് നിയമവശമായ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ റെഗുലേഷനിൽ നമ്മൾ ട്രൂ ആൻഡ് ഫെയർ ഒപ്പീനിയൻ കൊടുക്കണം എന്നാണ്. അപ്പോൾ അത് കൊടുക്കാതെ പറ്റില്ല. എന്നാൽ തന്നെയും ഫ്യൂച്ചറിലോട്ട് നമ്മൾ റീഡൂ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, സെയിങ് ദാറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ക്ലയൻറ്റിന് എന്താണ് വാല്യൂ ആഡ് കൊടുക്കാൻ പറ്റുക, അതാണ് ഓഡിറ്റിലോട്ട് കൊണ്ടുവരേണ്ടത്. ഈ എത്തിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രൂപേഷ് എപ്പോഴും എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന, എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. റോട്ടറിയൻ കൂടിയാണ് അല്ലേ? അതെ. അപ്പോൾ അവിടുത്തെ ഫോർവേ ടെസ്റ്റൊക്കെ എത്തിക്സിനെ കുറിച്ചാണ് ഏറ്റവും അധികം സംസാരിക്കുക. യങ്ങർ ജനറേഷന് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഹെൽപ്പ്, ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം പോകാതെ എങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷനിൽ നമ്മൾ രണ്ടുപേരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബിറ്റ്വീൻ ക്ലയൻസ് ആൻഡ് അസ്, ആ കോൺവെർസേഷൻ ഇടയ്ക്ക് ഹൗ ക്യാൻ വി ബ്രിങ് ബാക്ക് ദാറ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്? ഫോർവേ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിട്ടിക്കലി ലൈഫിൽ ഫോളോ ചെയ്യുന്നൊരു പ്രിൻസിപ്പിളാണ്. അതെന്തൊരു ഡിസ്കഷൻ ആട്ടെ, ഒരു കാഷ്വൽ കോൺവെർസേഷൻ മുതൽ പ്രൊഫഷണൽ ഡിസ്കഷൻ വരെ നമ്മളത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ എത്തിക്സ് നമ്മൾ കൊണ്ടുവരുന്നത് യങ് CAs അല്ലെങ്കിൽ പുതിയ എമർജിങ് മെമ്പേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും ഷോർട്ട് കട്ട് കാണും. ഒരു കാര്യം ചെയ്യണം, അത് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് ക്ലയൻറ്റ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തു. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെറുതാണ്, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് അവരെ ധരിപ്പിക്കുക എന്നുള്ളത്. അവരത് മനസ്സിലാക്കണം. അത് റെപ്യൂട്ടേഷണൽ ഡാമേജും ഫിനാൻഷ്യൽ ഡാമേജും രണ്ടും ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഫിനാൻഷ്യൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാവുന്നതാണ്. റെപ്യൂട്ടേഷണൽ ഡാമേജ് മേക്കപ്പ് ചെയ്യൽ ഈസി അല്ല. ഇത് അവരെ ധരിപ്പിച്ചാൽ തന്നെ അവർക്ക് ഇത് മനസ്സിലാവും. 2, കമ്മ്യൂണിക്കേറ്റ് ഏർലി. നേരത്തെ അത് അവരോടത്ത് പറയുക. ആദ്യം കാണുന്ന സ്റ്റേജിൽ തന്നെ അത് കട്ട് ചെയ്ത് അവരുടെ അടുത്ത് പറയുക, ഇതിങ്ങനെ ചെയ്യരുത്. ഇത് നമ്മൾ ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയയും ക്ലാരിറ്റിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ബോർഡ് റൂം, ഇപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുന്ന ബോർഡ് റൂമിൽ വളരെ ക്ലിയറാണ്. അവർക്കറിയാം ഒരു എറർ, ഒരു നോൺ കംപ്ലയൻസ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യില്ലെന്നറിയാം. കാരണം ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ അത് യങ് ഏജ് തന്നെ അവർ കവർ ചെയ്ത് വരുവാണെങ്കിൽ വളരെയധികം അവർക്ക് ഉപകാരപ്പെടും. ക്ലയൻറ്റിനും അത് ലോങ് റണ്ണിൽ യൂസ്ഫുൾ ആയിരിക്കും. പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എത്തിക്സിനോട്, പ്രൊഫഷണൽ എത്തിക്സിനോട് വളരെയധികം യോജിച്ച് പഠിക്കാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അത് സബ്ജക്റ്റിൻ്റെ ഭാഗമാണ്. അത് കൂടാതെ തന്നെ ട്രെയിനിങ് സെഷൻസൊക്കെ വെക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിൽ വന്ന് അറ്റൻഡ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കുറച്ച് റിലാക്സ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോർ ഫൗണ്ടേഷനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഈ കുട്ടികളെക്കുറിച്ചും, കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് സ്റ്റുഡൻസ് ആയിരിക്കും, അപ്പോൾ അവരെക്കുറിച്ചും എത്തിക്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും ഒരു വിധത്തിലൊരു സന്ദേശം രൂപേഷ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? കുട്ടികളെന്ന് പറയുമ്പോൾ ഞാൻ 2 വിധത്തിലുള്ള ആൾക്കാരെയും പറയും. CAക്ക് പഠിക്കുന്ന കുട്ടികളും പുതിയതായി CAക്ക് വന്നേക്കുന്ന കുട്ടികളും. കാരണം നമ്മുടെ ഒരു
എക്സ്പീരിയൻസും ഏജും വെച്ചിട്ട് അവർ നമുക്ക് വളരെ കുട്ടികളാണ്, നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അവരെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യാറും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ, കോറായിട്ടുള്ള ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാരായി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ വോയിസ് ഉണ്ട്, അത് കളയാതെ സൂക്ഷിക്കുക. കാരണം നമ്മൾ അത് എക്സ്പീരിയൻസിൽ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഗ്ലോ, അതിൻ്റെ ഭംഗി കൂടുമെങ്കിലും അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് അങ്ങനെ തന്നെ കൊണ്ടു നടക്കണം. അതിനെ ഒരു കാരണവശാലും ആ ജഡ്ജ്മെൻറ്റ്, ആ ക്വാളിറ്റി കളയരുത്. ഐ തിങ്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഈ മെസ്സേജ് സ്വീകാര്യമായിരിക്കും എല്ലാവർക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ICICI ബാങ്കിലും DCBയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്മോളർ ഫേംസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഏജിലിറ്റി, ഈ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്? അതിന് നമുക്ക് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സ്ട്രക്ചേർഡാണ്. എല്ലാത്തിനും ഒരു രീതിയുണ്ട്, എല്ലാത്തിനും പ്രൊസീജിയറും പോളിസിയും എല്ലാം ഉണ്ട്. അതേസമയം നമുക്ക് സ്മോളർ ഫേംസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചർ കൊണ്ടുവരാൻ നോക്കും. എവിടെ ആവശ്യമുണ്ടോ അത് സ്ട്രക്ചർ ചെയ്യുക. അത് മെഷർ വാട്ട് മാറ്റേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ എംപവർ ചെയ്യണം. ഇപ്പോൾ സ്മോളർ ഫേമിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓണർ ഒരാളുണ്ടോ അയാളാണ് എല്ലാ ഡിസിഷൻ മേക്കിങ്ങും. അങ്ങനെയല്ല കോർപ്പറേറ്റ് വർക്ക് ചെയ്യുക. കോർപ്പറേറ്റിൽ ഡിസിഷൻ മേക്കിംഗ് സ്പ്രെഡ് അക്രോസാണ്. ചുരുക്കം സ്ട്രാറ്റജിക് ഡിസിഷനെ സീനിയർ മാനേജ്മെൻറ്റിൽ പോവുള്ളൂ. പക്ഷേ ചെറിയ സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ ചെറിയ സ്ഥാപനങ്ങളിലും നമുക്കിപ്പം സ്പെൻഡ് ചെയ്യുന്ന പാറ്റേൺ, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ്, അല്ലെങ്കിൽ ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത്, അതിനൊരു പർച്ചേസ് മാനേജറോ സെയിൽസ് മാനേജറോ ഉണ്ടെങ്കിൽ അങ്ങേരെ എംപവർ ചെയ്തിട്ട് അങ്ങേർക്ക് എടുക്കാവുന്ന ഡിസിഷനുണ്ട്. കാരണം അങ്ങേര് ഫീൽഡിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങേർക്ക് എടുക്കാവുന്ന ഡിസിഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഉള്ളൊരു ഫ്രീഡം അവർക്ക് കൊടുക്കാനായി നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്. കാരണം അവിടെ നമുക്ക് എജിലിറ്റി കൂടുതലാണ്. ചടുലത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വേണം. കാരണം ഇത് പിക്ക് ചെയ്ത് വരണം, ഡിസിഷനൊക്കെ പെട്ടെന്ന്. നമുക്ക് കോർപ്പറേറ്റിലാകുമ്പോൾ നമുക്ക് പോളിസീസ് എടുത്ത് നമുക്കൊരു കാര്യം ചെയ്തു വരാനുള്ള സമയങ്ങളുണ്ട്. പക്ഷേ ചെറിയ ഫേമിന് അങ്ങനെ ആയിരിക്കില്ല, കോമ്പറ്റീറ്റീവ്നെസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് എംപവർ ചെയ്യണം, എന്ത് എംപവർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ഡിസിഷനായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, കോർപ്പറേറ്റ് എക്സ്പീരിയൻസും ഉണ്ട്. വന്നത് നമ്മൾ ചെറിയ ഫേംസിലോട്ട് പാസ് ഓൺ ചെയ്യാൻ നോക്കാറുണ്ട്. അടുത്തൊരു ലാസ്റ്റ് റൗണ്ട് റാപ്പിഡ് ഫയർ. ഓക്കെ, ഞാൻ കുറച്ച് എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയ കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് ഉത്തരം പറയണം. ഈ BSc ഫിസിക്സ് എന്ന് CA പഠിച്ചു. ഇപ്പോൾ വൈഫ് പറയുകയാണ് എനിക്ക് CA പഠിക്കണമെന്ന്. അപ്പോൾ രാജഗോപാൽ ഈ സമയത്ത് എന്തായിരിക്കും പറയുന്ന ഉദ്ദേശം? ഞാൻ ആക്ച്വലി വൈഫിനോട് CA പഠിക്കാനായി നിർബന്ധിക്കുന്ന ഒരാളാണ്. കാരണം വൈഫ് എൻ്റെ ജൂനിയറായി ആർട്ടിക്കിൾഷിപ്പ് ചെയ്തതാണ്. പക്ഷേ ആൾ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നിർബന്ധിക്കും. ആളെൻ്റെ കൂടെ ബിസിനസ്സിലുണ്ടെങ്കിലും ആൾക്ക് എഴുതാനുള്ളൊരു വിസമ്മതം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ബട്ട് ഞാനതിന് വളരെയധികം യോജിക്കുന്ന ഒരാളാണ്. കാരണം വൈഫും കൂടെ പ്രാക്ടീസിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. എന്തുകൊണ്ട് കൊച്ചി? എനിക്ക് കൊച്ചിയോട് ശരിക്കും പറഞ്ഞ ഒരു പ്രേമമാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് ചോദിച്ചാൽ, ഞാൻ സ്കൂളിങ് ചെയ്തത് ഒരു ഭാഗം ചെന്നൈയിൽ, ഒരു ഭാഗം കോയമ്പത്തൂർ, ചുരുക്കം വർഷങ്ങളിൽ ബോംബെ, ഡൽഹിയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിലും കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്കൊരു പാഷനാണ് ഉള്ളിൽ, ആ സിറ്റീനോടുള്ളൊരു അടുപ്പം. അത് നമ്മൾ എന്താ പറയുക, ഒരു നല്ല പ്രായം തൊട്ട് അത് അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നു. പിന്നെ ഫ്രട്ടേണിറ്റിയൊക്കെ അവിടെയായി. നമ്മുടെ കോളേജിൽ പഠിച്ചതും നമ്മൾ CA ചെയ്തതും എല്ലാം അവിടെ, ഫ്രണ്ട് സർക്കിള്, അങ്ങനെ ഫാമിലി എല്ലാം ആയപ്പം പിന്നെ അങ്ങനെ കൊച്ചിയിൽ നിന്നു. ഇപ്പോഴും ഇഫ് യു ആസ്ക് മീ, എനിക്ക് ഇന്ത്യയിൽ എവിടെ ജീവിക്കാമെന്ന് പറഞ്ഞാലും എത്ര ആഡംബരം പറഞ്ഞാലും എനിക്ക് കൊച്ചി തന്നെയാണ് ഇഷ്ടം. പൂർത്തീകരിക്കപ്പെടാത്ത എന്തെങ്കിലും ആഗ്രഹം? എനിക്ക് ഒരു വേൾഡ് ടൂർ ആഗ്രഹമുണ്ട്. 2, ഇന്ത്യ ഒട്ടാകെ എനിക്കൊരു ഡ്രൈവ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു ഏകദേശം ഒരു 40 ദിവസത്തെ സമയം വേണം. പ്ലാനിലുണ്ട്. അതെപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു സാഹചര്യം വരണമെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും. സൈക്കിളിൽ ഈ ആഗ്രഹം സാഫല്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ. അയ്യോ, എനിക്ക് ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. സൈക്കിളിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു 10 കൊല്ലത്തിനുള്ളിൽ
ഈ CA നമ്മൾ ഈ PSC 1948 സെറ്റപ്പ് ചെയ്തൊരു ബോഡിയാണ്. പിന്നെ കുറേ മാറ്റങ്ങൾ വന്നു, ഇന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രൂപേഷിനോട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരാം എന്ന്, ഈ അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ കൊണ്ടുവരാം എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി എന്തായിരിക്കും? ഞാൻ ഒരു സർട്ടിഫൈഡ് പിയർ റിവ്യൂറാണ്. അപ്പം ഞാൻ പല സ്ഥാപനങ്ങളും, അതായത് CA സ്ഥാപനങ്ങൾ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലും നമ്മുടെ ഫേംസ് ചെയ്യുന്നതും ഓട്ടോമേറ്റ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. കാരണം അതെല്ലാം റുട്ടീനായി നടക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഓരോ വർഷവും പുതുക്കി ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യാത്ത, അതെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് പോകാം എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ICAI അക്രോസ് വേൾഡ് പല അക്കൗണ്ടിങ് ബോഡീസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്, മ്യൂച്വൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മെമ്പേഴ്സിന് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യിപ്പിച്ച് അവർക്ക് കുറച്ചുകൂടെ ഒരു വേൾഡ് എക്സ്പോഷർ, കാരണം ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ പുറത്തും കൂടെ പോയി ലോകം കാണുമ്പോഴാണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വരുന്നത്. അതിന് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ബിക്കോസ് ദി ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ കൺസിഡേർഡ് ടു ബി ദി ഒരു ഇൻ്റലിജൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ അതാണ് നമുക്ക് പുറത്ത് കിട്ടുന്ന വാല്യൂ. ഈ പല ബോഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു പുതിയ പ്രൊഫഷണലിലേക്ക് അകത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് എന്ന നിലയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, CA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ പാസ്സാവുന്നത്, ഇന്ത്യയുടെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്ന പാസ്സാവുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. പക്ഷേ ആ അച്ചീവ്മെൻറ്റ് റിസൾട്ട് വന്ന് പാസ്സായി കഴിയുമ്പോൾ അവിടെ കഴിഞ്ഞു. പിന്നീടുള്ള ജീവിതത്തിൽ അവിടെയാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ്. നിങ്ങളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ വർക്കിംഗ് എങ്ങനെയാണ്, ആൾക്കാരോടുള്ള എമ്പത്തി എങ്ങനെയാണ്. കാരണം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഞാൻ CA പാസ്സായി അതോടുകൂടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പറ്റില്ല. എല്ലാ ദിവസവും പുതിയൊരു കാര്യം പഠിക്കാനുണ്ട്. ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് 3 ദിവസത്തെ ക്ലാസ് പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞ വർഷം. അപ്പോൾ പലരും വന്ന് ചോദിച്ചു, എൻ്റെ മക്കൾ ചോദിച്ചു, പപ്പ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞു, ലേണിംഗ് നെവർ സ്റ്റോപ്സ്. ദ മൊമെൻറ്റ് യു സ്റ്റോപ്പ് ലേണിംഗ് യു ആർ ഡെഡ് എന്നുള്ളതാണ്. ഐ ഹവ് ഹേർഡ് ദറ്റ് സേയിങ് സംവെയർ. അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളൊരു എന്താ പറയുക, നമ്മൾക്കുള്ളൊരു പ്രവണത അത് കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യങ്ങർ പ്രൊഫഷണൽസ് ചെയ്യേണ്ടത്. ഞാൻ പല CAs ഒന്നും ഈ ഒരു മെസ്സേജ് കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് തന്നെയാണ് പറയുക. ഏതായാലും എറണാകുളത്ത് നിന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ എക്സ്പീരിയൻസ് ഇവിടെ നമ്മുടെ ലേണിങ്സും ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളും അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രചോദനം ഉണ്ടാക്കിയതും, അതിനായിട്ട് എറണാകുളത്ത് നിന്ന് ചെന്നൈ വരെ വന്ന് ഇത്രയും സമയം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്, ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. സോ വീണ്ടും നമുക്ക് ഇതേപോലെ ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംരംഭത്തിലോ കൂട്ടായ്മയോട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലോ അവിടെ നമ്മൾക്ക് തീർച്ചയായിട്ടും കാണാം. സോ ഇനി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി രൂപേഷിനെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.